ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ ഒരു പുതിയ ന്യൂ നോർമൽ ഉണ്ടായിരിക്കുകയാണ് എന്ന് കഴിഞ്ഞ ദിവസമുള്ള പ്രസ്താവനയിൽ നരേന്ദ്രമോദി ലോകത്തോട് പറഞ്ഞു. എന്താണ് ആ ന്യൂ നോർമൽ എന്നുള്ളതാണ്. പലരും അതിനെ പുതിയ നരേന്ദ്രമോദി ഡോക്ട്രിൻ എന്നാണ് വിളിക്കുന്നത്. എന്താണ് ഈ പുതിയ മോഡി ഡോക്ട്രിൻ എന്നുള്ളത്? പാകിസ്ഥാനുമായി ബന്ധത്തിലുള്ള ഈ ന്യൂ നോർമൽ എന്താണ്? അതാണ് നമ്മളിപ്പോൾ വിശദീകരിക്കുന്നത്. നമുക്കറിയാം, കാലാകാലങ്ങളായി പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരവാദ ആക്രമണത്തിന് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു മറുപടി കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ ഇപ്പോൾ നരേന്ദ്രമോദി ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. ഇനി ഏതെങ്കിലും കാരണവശാൽ ഇന്ത്യക്കെതിരെ ഒരു ഭീകരവാദ ആക്രമണം ഉണ്ടായാൽ അത് ഭീകരവാദികളുടെ ആക്രമണമായിട്ടല്ല, മറിച്ച് പാകിസ്ഥാൻ്റെ ആക്രമണമായി കണക്കിലെടുത്ത് തിരിച്ചടിക്കും എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ നിലപാട് മാറ്റം എന്ന് പറയുന്നത്. അതുകൂടാതെ നരേന്ദ്രമോദിയുടെ ഈ മോദി ഡോക്ടറിന് പുതിയ ചില മാനങ്ങൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തത്വങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമതായി സീറോ ടോളറൻസ് ടു ടെററിസം എന്നുള്ളതാണ്. ഭീകരവാദത്തോട് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം, ഒരു തരത്തിലുള്ള നീക്കുപോക്കുകളും നമ്മൾ നടത്തുകയില്ല എന്നുള്ളതാണ്. പൂർണ്ണമായി ഭീകരവാദികളെ തുടച്ചു നിൽക്കുക എന്നുള്ളതാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. അതിന് ഭീകരവാദ കേന്ദ്രങ്ങളായാലും അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെയായും ഉന്മൂലനം ചെയ്യാനുള്ള പ്രിസിഷൻ അറ്റാക്ക് നടത്താനുള്ള കേപ്പബിലിറ്റി ഇന്ത്യക്കുണ്ടെന്ന് ലോകത്തോട് കാണിച്ചു കൊടുത്ത ഒരു നീക്കമായിരുന്നു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ. അതിൽ പാകിസ്ഥാന് നന്നായി നൊന്തിട്ടുണ്ട്. പാകിസ്ഥാനി ഭീകരവാദികൾ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ ഇതിനോടകം തന്നെ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മോദി ഡോക്ടറിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്നുള്ളത് സീറോ ടോളറൻസ് ടു ടെററിസം എന്നുള്ളതാണ്. രണ്ടാമത്, പാകിസ്ഥാനെ അന്തർദേശീയ രംഗത്ത് ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. പ്രത്യേകിച്ച് പഹൽഗാമിലെ കൂട്ടക്കൊലയ്ക്ക് ശേഷം, ഭീകരവാദ ആക്രമണത്തിന് ശേഷം ഇന്ത്യ ആദ്യം ചെയ്തത് പാകിസ്ഥാനെ പെട്ടെന്ന് തിരിച്ചാക്രമിക്കുക എന്നുള്ളതായിരുന്നില്ല, മറിച്ച് അന്തർദേശീയ രംഗത്തെ പ്രധാനപ്പെട്ട ലോകരാഷ്ട്ര നേതാക്കന്മാരെ വിളിച്ച് ഏതാണ്ട് 22-ലധികം പ്രധാനപ്പെട്ട ലോക നേതാക്കന്മാരെ മോഡി നേരിട്ട് ഫോണിൽ വിളിച്ചു. 30-ലധികം രാജ്യങ്ങളുടെ പ്രതിനിധികളെ ഡൽഹിയിൽ വരുത്തി കാര്യങ്ങൾ ധരിപ്പിച്ചു. നമ്മളത് ചെയ്തത് അവരിലൊരു വിശ്വാസം ഉണ്ടാക്കുന്നതിനും ഇന്ത്യയുടെ ദയനീയാവസ്ഥ മനസ്സിലാക്കിക്കുന്നതിനും ഭീകരവാദത്തിൻ്റെ ഇരയായി എന്തുമാത്രം ഇന്ത്യ അനുഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ലോകത്തെ മനസ്സിലാക്കുന്നതിനും, ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാനെ അല്ല ആക്രമിക്കുന്നത്, മറിച്ച് അവിടുത്തെ തീവ്രവാദികളെയാണ് എന്നും ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു ഇന്ത്യയുടെ ആ നീക്കം. അത് ഇന്ത്യക്ക് ഏറെക്കുറെ ഗുണം കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ ഐസൊലേറ്റ് പാകിസ്ഥാൻ എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ നയം. അപ്പോൾ മോദി ഡോക്ടറിൻ്റെ ഒന്നാമത്തെ നയം ഞാൻ പറഞ്ഞു, അത് സീറോ ടോളറൻസ് ടു ടെററിസം, അതായത് തീവ്രവാദത്തുള്ള പൂർണ്ണമായും എതിരായുള്ള സമീപനം. രണ്ടാമത്തേത് ഐസൊലേറ്റിംഗ് പാകിസ്ഥാൻ, പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. മൂന്നാമത് ലിമിറ്റഡ് എൻഗേജ്മെൻറ്റ് ഓർ കണ്ടീഷണൽ എൻഗേജ്മെൻറ്റ് എന്നുള്ളതാണ്. അതായത് പാകിസ്ഥാനുമായിട്ടുള്ള സഹകരണം ഇനി നടത്തുന്ന ചില കണ്ടീഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്, ചില ഉടമ്പടികളുടെ അടിസ്ഥാനത്തിലാണ്. നേരത്തെ അങ്ങനല്ല, നമ്മൾ ഇരു രാജ്യങ്ങളും പരമാവധി സഹകരണത്തിലൂടെ മുന്നോട്ട് പോവുക എന്നുള്ളതായിരുന്നു. എന്നാൽ ഇന്ത്യ ഇപ്പോൾ പറയുന്ന അങ്ങനെയല്ല, ഞങ്ങൾ സഹകരിക്കണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതിലെ കണ്ടീഷൻ ഇപ്പം തന്നെ നിങ്ങൾക്ക് ബോധ്യമായി കാണും. കാരണം പാകിസ്ഥാൻ്റെ ഈ അടുത്ത സമയത്ത് നടത്തിയ എല്ലാ സമ്മർദ്ദത്തിനും പിന്നിൽ ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയതിൻ്റെ പിറ്റേന്ന്, അന്ന് വൈകിട്ട് തന്നെ, രാത്രി തന്നെ അവർ വീണ്ടും ആക്രമണം പുനരാരംഭിച്ചു. കാരണം എന്താണെന്നറിയാമോ? അന്ന് വെടിനിർത്തൽ ഉണ്ടായതിനു ശേഷം നമ്മുടെ പ്രധാനമന്ത്രി നടത്തിയ ആദ്യത്തെ പ്രസ്താവന തന്നെ, വെടിനിർത്തലൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു, പക്ഷേ സിന്ധു നദിയിലെ കരാർ മരവിപ്പിച്ചതിൽ നിന്ന് ഞങ്ങൾ പിന്നോക്കം പോകുന്ന പരിപാടിയില്ല എന്നുള്ളതാണ്. മാത്രമല്ല, നയതന്ത്ര തലത്തിൽ ഇപ്പോൾ നമ്മൾ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തു. അവരുടെ ചിലരെയൊക്കെ തിരിച്ചു വിളിച്ചു, നമ്മൾ അവിടേക്കുള്ള ഇന്ത്യയുടെ പ്രതിനിധികളെ തിരിച്ചു വിളിച്ചു, അവരുടെ പ്രതിനിധികളെ തിരിച്ചു വിളിക്കാൻ ആവശ്യപ്പെട്ടു. ഇങ്ങനെ ചില തിരിച്ചടികൾ ഇന്ത്യ തീരുമാനങ്ങൾ എടുത്തിരുന്നു. ആ തീരുമാനങ്ങളൊന്നും പുനഃപരിശോധിക്കുന്ന പരിപാടിയില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കി. ഇതൊക്കെയാണ് ഇന്ത്യയുടെ കണ്ടീഷൻസ്. ഇത് വെച്ചുകൊണ്ട് ഇനി സൗഹൃദത്തിന് വന്നാൽ ഓക്കെ എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ ആ ന്യൂ നോർമലിൽ ഇതും പെടുന്നു എന്നുള്ളതാണ്. കണ്ടീഷണൽ എൻഗേജ്മെൻ്റ് ആണ്. നമ്മൾ ചില ഉപാധികൾ വെച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോകുന്നു എന്നുള്ളതാണ്. ഇനി നാലാമതൊരു കണ്ടീഷൻ കൂടി അദ്ദേഹം പറഞ്ഞു, അതാണ് ലക്ഷ്മൺ രേഖ എന്ന് പറഞ്ഞു. പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ ഇന്ത്യ ഒരു ലക്ഷ്മൺ രേഖ വരച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ ലക്ഷ്മണ രേഖ എന്ന് പറയുന്നത്, പാകിസ്ഥാൻ്റെ ആക്രമണങ്ങൾ ഒരിഞ്ചെങ്കിലും ആ അതിർത്തി കടന്ന് ഇങ്ങോട്ട് വന്നാൽ പൂർണ്ണമായ പാകിസ്ഥാൻ തിരിച്ചടി വാങ്ങും എന്നുള്ള സൂചന ഇന്ത്യയോട് വ്യക്തമാക്കി. അഞ്ചാമത് ഒരു കാര്യം കൂടി പറഞ്ഞു, ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഇന്ത്യയെ ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിങ്ങിലൂടെ നടത്തിയതിന് ശേഷം ഞങ്ങൾ തീവ്രവാദ ആക്രമണം നടത്താം എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ആലോചനയെങ്കിൽ അതിനി നടക്കില്ല എന്ന് ഇന്ത്യ വളരെ ഉറപ്പിച്ച് പറഞ്ഞു. ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിങ്ങിന് തങ്ങൾ വിധേയരാകില്ല എന്നും
പാകിസ്ഥാനെതിരെ വേണ്ടി വന്നാൽ ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകുമെന്നും ഇതിനോടകം തന്നെ ഇന്ത്യ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട മോദി തന്ത്രങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ഈ യുദ്ധമാകെ വായിച്ചെടുത്താൽ നമ്മൾ കാണുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇത് ചിലതൊക്കെ ഇപ്പോഴുണ്ടായതാണ്, ചിലതൊക്കെ നേരത്തെ ഉള്ളതാണ്. പ്രധാനപ്പെട്ട നയം മാറ്റം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭീകരവാദികൾ ഇന്ത്യക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ അത് ഇന്ത്യക്കെതിരെയുള്ള യുദ്ധമായി കണക്കാക്കി പാകിസ്ഥാനെ നേരിടും എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് കണ്ടീഷണൽ എൻഗേജ്മെൻറ്റ്, അതായത് ഇനിയുള്ള സഹകരണമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള ചില ഉടമ്പടികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്ന് നമ്മൾ വളരെ വ്യക്തമായി പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് പരമാവധി പാകിസ്ഥാനെ അന്തർദേശീയ രംഗത്ത് ഒറ്റപ്പെടുത്തുക, അതിനുവേണ്ടിയുള്ള എല്ലാ നയങ്ങളും ഇന്ത്യ സ്വീകരിക്കും എന്ന് പറഞ്ഞു. ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിങ്ങിന് തങ്ങൾ വിധേയമാകില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ധാരാളം കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഇനി ജമ്മു ആൻഡ് കാശ്മീരിൽ പാകിസ്ഥാനിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ലക്ഷ്മൺ രേഖ എന്ന് പ്രധാനമന്ത്രി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അതായത് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ പ്രദേശങ്ങളിൽ ഇനി ഭീകരവാദ ആക്രമണം ഉണ്ടായാൽ ഇന്ത്യ മറുപടി പറയുന്നത് ആ ഭീകരവാദികൾക്ക് മാത്രമായിരിക്കത്തില്ല, ഭീകരവാദികൾക്ക് ചെല്ലും ജലവും കൊടുക്കുകയും ലോഞ്ചിങ് പാടായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ തന്നെ ആയിരിക്കും എന്നുള്ള സൂചനയാണ് നരേന്ദ്രമോദി വളരെ വ്യക്തമായി ലോകത്തോട് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു നയംമാറ്റമാണ്. ഈ നയംമാറ്റം പാകിസ്ഥാൻ കണ്ടില്ല എന്ന് നടിച്ചാൽ പാകിസ്ഥാന് ശക്തമായ തിരിച്ചടികളായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും ഈ പുതിയ ന്യൂ നോർമൽ എന്ന് പറയുന്ന ജമ്മു കാശ്മീരിൻ്റെ കാര്യത്തിലുള്ള പാകിസ്ഥാനുമായിട്ടുള്ള കാര്യത്തിലുള്ള ഈ ന്യൂ നോർമൽ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നു എന്നുള്ളതാണ് നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുള്ളത്. ആ നയംമാറ്റം വളരെ പ്രകടമാണ്. അതൊരു പുതിയ മോദി ഡോക്ടറിനായി ഇപ്പോൾ അന്തർദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇത് ആകെ വായിക്കുമ്പോൾ നമ്മൾ അക്കാദമികമായി പരിശോധിച്ചാൽ ഒരു വ്യത്യാസം കാണാം. മോദിയുടെ വിദേശ നയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റിയലിസ്റ്റ് നയങ്ങളാണ്. നമ്മൾ ഈ പറയുന്ന പഴയ ഈ ആശയത്തിൽ അധിഷ്ഠിതമായി കൊണ്ടുള്ള ഒരു ആക്രമണ രീതിയോ വിദേശ നയമോ അല്ല ഇന്ത്യ രൂപപ്പെടുത്തിയിട്ടുള്ളത്. മറിച്ച് ഇന്ത്യ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സമീപനമാണ് എടുക്കുന്നത്. റിയലിസത്തിൽ തന്നെ രണ്ട് റിയലിസ്റ്റ് ചിന്താഗതികളുണ്ട്. യാഥാർത്ഥ്യവാദത്തിൽ തന്നെ രണ്ട് തരത്തിലുള്ള ചിന്തകളുണ്ട്. ഒന്ന് ഡിഫെൻസീവ് റിയലിസവും മറ്റൊന്ന് ഒഫൻസീവ് റിയലിസവും. ഡിഫെൻസീവ് റിയലിസം എന്ന് പറഞ്ഞാൽ അത് പരമാവധി നമ്മുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന പ്രായോഗിക വാദമാണ്. എന്നാൽ ഒഫൻസീവ് റിയലിസം അങ്ങനെയല്ല. നമ്മുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയും നമ്മുടെ സുരക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണമോ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് കരുതിയാൽ മാക്സിമൈസേഷൻ ഓഫ് നാഷണൽ ഇൻട്രസ്റ്റ് ആണ്. അതായത് നമ്മുടെ ദേശ താല്പര്യത്തിന് വേണ്ടി അങ്ങേയറ്റം നമ്മൾ പ്രതിജ്ഞാബദ്ധമായി യുദ്ധസന്നദ്ധരായിരിക്കും. അല്ലെങ്കിൽ അവിടെ നമ്മുടെ സുരക്ഷ മാത്രമല്ല പ്രധാനം, നമ്മുടെ ഡിഫൻസ് മാത്രമല്ല, മാക്സിമൈസേഷൻ ഓഫ് നാഷണൽ ഇൻട്രസ്റ്റ്, നമ്മുടെ ദേശത്തിൻ്റെ താല്പര്യങ്ങൾ ആണ് ഏറ്റവും പ്രധാനം എന്നുള്ള ഒരു സൂചന കൂടി നൽകുന്നു. ചുരുക്കി പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ഈ പുതിയ നയംമാറ്റത്തിൽ ഈ ഒഫൻസീവ് പോളിസി കൂടി വരുന്നു. അഥവാ മാക്സിമൈസേഷൻ ഓഫ് നാഷണൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശ താല്പര്യങ്ങൾ സുപ്രധാനമായി വരുന്ന അല്ലെങ്കിൽ പരമപ്രധാനമായി കണക്കാക്കിക്കൊണ്ടുള്ള നയപരിപാടികളായിരിക്കും ഉണ്ടാകുക, മറിച്ച് സുരക്ഷ മാത്രമല്ല എന്നർത്ഥം. ഈ നയംമാറ്റം ഒരുപക്ഷെ ഇന്ത്യക്ക് കൂടുതൽ അല്ലെങ്കിൽ ലോകരാഷ്ട്രീയത്തിൽ കൂടുതൽ പങ്കുവഹിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ സഹായകരം ആകും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു.